ഹലോ. ആടുജീവിതം. ഉഫ്, എന്തോന്നാടേ ഇത്. 16 വർഷം. 16 വർഷം എടുത്തെങ്കിൽ എന്ത്, ആ എടുത്ത സമയത്തിനുള്ള മുതലുണ്ട്. ഓ, പോണവരൊരു കാര്യം ഞാൻ പറയാം. ഒരു ടവലോ ഒരു കർച്ചീപ്പോ എടുക്കാൻ മറക്കരുത്. കരഞ്ഞ് ഇണ്ടലാണ്. ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ ഇത്. നജീബുക്ക, നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. എങ്ങനെ നിങ്ങൾ സഹിച്ചിത്രേ? 3 വർഷം ഒരു മനുഷ്യൻ പെടാ പാടല്ലേ പെട്ടത്. കരയാതെ വരാൻ പറ്റില്ല ഏട്ടാ. അങ്ങനെ ആരും വിചാരിക്കണ്ട. പടച്ചവനെ, അതിനെ നമ്മുടെ ബ്ലസ്സി സാറും പൃഥ്വിരാജുമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലോ അപാരം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. മസ്റ്റ് തിയേറ്റർ വാച്ച്. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം, പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം, ബെന്യാമീൻ എഴുതിയ ആടുജീവിതം, നജീബ് അനുഭവിച്ച് തീർത്ത ആടുജീവിതം, 3 വർഷം കഷ്ടപ്പെട്ട ആടുജീവിതം. 16 വർഷം കൊണ്ട് 3 വർഷത്തെ ഒപ്പിയെടുത്തിരിക്കുകയാണ്. 16 വർഷം. പൃഥ്വിരാജ്, ബ്ലസ്സി എന്തായാലും ഏത് രീതിയിലാണ് ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യന് പോലും കരയാൻ പറ്റാതെ ഈ സിനിമ കണ്ടിട്ട് വരാൻ പറ്റില്ല. ബുക്ക് വായിച്ചവർക്കും ഈ രീതിയിലായിരിക്കും ഫീൽ ചെയ്തത്. എങ്കിലും നമ്മള് ആ തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ ആ നജീബ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന്റെ അനുഭവം, നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നമ്മൾ പൃഥ്വിരാജിനെയാണ് കാണുന്നതെങ്കിലും ആ നജീബ് എന്ന വ്യക്തി എന്ത് പറയണമെന്ന് അറിയില്ല. നമുക്ക് സഹിക്കാൻ കഴിയില്ല. മനുഷ്യനല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലടേ. നിങ്ങളൊന്ന് ആലോചിച്ചു വയ്യാണ്. ഞാൻ സൗദി അറേബ്യയിൽ ഇരുന്നിട്ടുള്ളതാണ്. പുള്ളി വളരെ പ്രതീക്ഷയോടുകൂടി പോയിട്ട് ഒരു അറബി ഇങ്ങനെ എടുത്തോണ്ട് പോവുകയും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൗദി അറേബ്യ നിൽക്കുമ്പോൾ പലരും എന്റെ വണ്ടി പിടിച്ചോണ്ട് പലയിടത്തും പോകും. അങ്ങനെ എന്റെ ഒരു സുഹൃത്തുണ്ട്, സമദ് എന്നാണ് പേര്. പുള്ളിയുടെ ആളിയനെ കാണാൻ ഇതുപോലെ ഇല്ല. വെറും കുബൂസ് വാങ്ങിക്കാൻ വേണ്ടി ഒരു 10-25 കാല് വെച്ച എത്തുന്ന ആ കടയിൽ പോയിട്ട് തിരിച്ച് പുള്ളി വന്നിട്ടില്ല, ഇന്നുവരെ വന്നിട്ടില്ല. ഞാൻ ആ സ്ഥലത്ത് അവന്റെ കൂടെ പോയിട്ട്, അതൊരു കുഗ്രാമമാണ്, ഒരു വല്ലാത്തൊരു ഏരിയയാണ്. സൗദി അറേബ്യയിലെ ചില ഏരിയകൾ കണ്ടാൽ നമുക്ക് സഹിക്കില്ല, ഭയന്നു. അതുപോലെ വളരെ ക്രൂവലായിട്ടുള്ള ചില അറബികളുണ്ട്. എനിക്ക് ആ ഏരിയകളെല്ലാം കാണാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചെങ്കിലും എനിക്ക് അങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് നജീബുക്ക, നിങ്ങളിതൊക്കെ എങ്ങനെ സഹിച്ചു നജീബുക്ക? ഞാൻ അവിടെ വെച്ച് ഒരാൾ പറഞ്ഞു കേട്ടതാണ്, ചില ബതുക്കളുണ്ടെന്ന്. ബതുക്കൾ പറഞ്ഞാൽ കാട്ടിലൊക്കെ ജീവിക്കുന്ന, ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അവര് ഈ പിക്കപ്പിലൊക്കെ ചില സമയത്ത് തൂക്കിയെടുത്തിട്ടുണ്ട് മുക്കളയൊന്നും. പിന്നെ അവരെ വെളി കാണില്ല. അവരുടെ കയ്യിൽ തോക്കുണ്ട്, അവർക്ക് എന്തുവാണോ ചെയ്യാം. നജീബുക്ക, നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ആ കാലയളവുണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ച കാലയളവ്, അത് പൃഥ്വിരാജിലൂടെ ബ്ലസ്സി നമുക്ക് കാണിച്ചു തന്നു. ആസ് എ മൂവി നമ്മൾ ഉരുകിപ്പോവും. എന്താ ആ മനുഷ്യൻ ചെയ്ത് വെച്ചേക്കുന്നത്. സെക്കൻഡ് ഹാഫ് ചില സീൻ സഹിക്കാൻ പറ്റില്ല. മസ്റ്റ് വാച്ച്, മസ്റ്റ് തിയേറ്റർ വാച്ച്. കാണണം, എല്ലാവരും കാണണം. ബോഡി ട്രാൻസ്ഫർമേഷൻ, അതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല.
പുള്ളിയുടെ വോയിസ് മോഡുലേഷൻ ചില ഒന്നും പറയാനില്ല. നമുക്ക് ഇത് പറഞ്ഞ് നമുക്ക് ബ്ലസ്സി ചെയ്ത് വെച്ചേക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലെ ഫിലിമാണ്. അവസാനത്തേക്ക് സീനുണ്ടല്ലോ, തീരെ വയ്യാത്ത ഒരു അവസ്ഥ, അതൊന്നും പറയാൻ വയ്യ. അതൊക്കെ ഏത് രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഫാന്റാസ്റ്റിക് ഫിലിം, ഫാന്റാസ്റ്റിക്. ഇത്തവണത്തെ നാഷണൽ അവാർഡിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. പക്ഷെ നാഷണൽ അവാർഡ് അവരാർക്കാ കൊടുക്കട്ടെ, ഞാൻ പൃഥ്വിരാജിന് കൊടുത്തു. എനിക്കൊന്നും പറയാനില്ലേ. അല്ലേ, എന്ത് പുള്ളി പൃഥ്വിരാജ് നജീബൊക്കെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയി കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോ ബുക്ക് വായിച്ചാൽ അത് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. അത്ര ഡീറ്റെയിൽ ആയിരിക്കും കേട്ടോ ആ ബുക്ക്. ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ ബ്ലസ്സിയുടെ ഡയറക്ഷൻ അത് ഹോളിവുഡ് ലെവലിലാണ്, അതായത് ഇന്റർനാഷണൽ ലെവൽ, ഒന്നും പറയാനില്ല. ഓസ്കാറിന് അയക്കാനുള്ള മുതലാണ്, അതിനുള്ള മുതലുണ്ട്. പക്ഷെ അയക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം. ധൈര്യമായിട്ട് ഓസ്കാറിന് വിടാം. ഇത് അതിനുള്ള മുതലുണ്ട്. ഇത് മലയാളത്തിന്റെ സ്വത്താണ്. പിന്നെ ഈ സിനിമയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് മേക്കപ്പ്. ഒരു രക്ഷയില്ല, ഒന്നും പറയണം. പിന്നെ കണ്ടിന്യൂറ്റി, ഇത്രയും കണ്ടിന്യൂറ്റി ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നു? ഒരു ഷോട്ട് ആ കാലാവസ്ഥയിലും ആ ലൊക്കേഷനിലും വെച്ച് ഒരു ഷോട്ട് എടുക്കണ തന്നെ വലിയ പാടാണ്. ഇവിടെ ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ, അവൻ എന്തൊക്കെയോ പറയുന്നത്, ഇത് പാടുപെട്ടത്, അതിനെ കുറ്റം പറയണ്. പിന്നെ പൃഥ്വിരാജ് പാടുപെട്ട് അത്ര ഇവനെ കൊണ്ട് പറ്റുമോ ഒരു 5 കിലോ ഉണക്കാൻ? ഇല്ലല്ല, അയാൾ എത്ര കിലോ ആണ് ഉണക്കിയത്? അയാളുടെ ശരീരത്തിനെ എന്തുമാത്രമാണ് പീഡിപ്പിച്ചത്. ഓക്കെ, അയാൾക്ക് അതിന്റെ ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ഇങ്ങനെ അടച്ചൊന്നും ആക്ഷേപിക്കാതെ ഒന്നും പറയില്ല. പോട്ട്, ഈ കണ്ടിന്യൂറ്റിയൊക്കെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയൊക്കെ സമ്മതിക്കണം. അത് ഡ്രസ്സിന്റെ കണ്ടിന്യൂറ്റി ആയിരുന്നാലും, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചുണ്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളായ എന്തായിരുന്നാലും കണ്ടിന്യൂറ്റി വളരെ ശ്രദ്ധിച്ച് ചെയ്തേക്കും. അതിനൊക്കെ പ്രത്യേകിച്ച് ഈ അസിസ്റ്റന്റുമാരെയൊക്കെ സമ്മതിക്കണം, അസോസിയേറ്റേഴ്സിനെ സമ്മതിച്ചേ പറ്റും. എല്ലാ ഡയറക്ടേഴ്സിനും, അതിൽ പ്രവർത്തിച്ച എല്ലാ ഡയറക്ടേഴ്സിനും സല്യൂട്ട്. നിങ്ങളുടെ ഓരോ ഫ്രെയിം കാണുമ്പോൾ അറിയാം നിങ്ങൾ പെട്ട പാടും ആത്മാർത്ഥതയും. എടുത്തു പറഞ്ഞേ പറ്റൂ. VFX ആ കഴുകന്റെ സീനൊക്കെ ഉണ്ടല്ലോ, ഫാന്റാസ്റ്റിക്. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ നോക്കിയാലും ക്ലാസ് ഫിലിം. പിന്നെ എടുത്തു പറയേണ്ടത് DOP. ഒരു ഫ്രെയിം, എന്താ ഫ്രെയിമുകളെന്നറിയോ, മനോഹരമായ ഫ്രെയിം. പറഞ്ഞില്ലേ, ഈ ഓസ്കാർ ചില ഫിലിമുകൾ ചെയ്യുന്ന മെത്തേഡാണ്. ഒന്നും പറയുന്നില്ല, എനിക്ക് അത് കൂടുതൽ അങ്ങോട്ട് പറയാൻ അറിയില്ല. പിന്നെ കളറിങ് ഓരോ കാലഘട്ടത്തിനെ കാണിക്കുമ്പോൾ അത് അപാരം. പിന്നെ എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂം. സ്റ്റെഫി സേവ്യർ, എന്റെ പൊന്നാണാ, നിങ്ങൾ എന്ത് ചെയ്തേക്കുന്നത്? അപാരം കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. കാലഘട്ടപ്പെട്ട ഷൂസ്, ആ തുണികള്, അത് എങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്തേക്കുന്നത്? എന്തുകൊണ്ട് ഹാപ്പി. കാത്തിരുന്ന് കിട്ടിയത് പവർഫുൾ സാധനം. എന്താ സാധനം, എന്താ ഫിലിം, തൃപ്തി 100%. അങ്ങനെ അതാണ് ആടുജീവിതം. പിന്നെ റസൂൽ പൂക്കുട്ടി പറയണോ? ഒന്നത് പുള്ളി ഓസ്കാർ കിട്ടിയ മനുഷ്യനല്ലേ. അദ്ദേഹത്തിന്റെ ഓരോ വർക്കും മൈന്യൂട്ട് സൗണ്ട് വരെ. പിന്നെ AR റഹ്മാൻ മ്യൂസിക്. ഇത് രണ്ടും കൂടെ ആകുമ്പോ പിന്നെ പറയണോ? അപാര ഫിലിം. അതിൽ
കുറവ് ഇല്ല. പാട്ടിൽ മാത്രമല്ല, ബിജിഎം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഉടയോനെ എന്നുള്ള പാട്ടുണ്ടല്ലോ, എന്താ ആ പാട്ട് കേൾക്കുമ്പോ ഉണ്ടല്ലേ രോമങ്ങളെല്ലാം ഇങ്ങനെ എഴിച്ച്, അങ്ങനെ പറയാൻ പറ്റൂല, നമ്മൾ എവിടെയോ. ഞാൻ എന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോണതാണ്. നിങ്ങൾക്കും ആ സന്തോഷം കിട്ടും, ആ ഫീല് കിട്ടും. എല്ലാവരും പോകണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയായിരുന്നു. അത് ഇനി കിടക്കണതേ ഉള്ളൂ, ഇനി കേൾക്കാൻ കിടക്കണതേ ഉള്ളൂ. ഇത് ഏത് റേഞ്ച് വരെ പോകുമെന്ന് അറിയാൻ പറ്റില്ല, ഇത് എവിടെ എത്താൻ പോണ ഫിലിം എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ്, അങ്ങനെയുള്ള മേക്കിംഗ് ആണ്. ഉറപ്പാണ് ദിസ് ഫിലിം ഗോയിങ് ടു എവിടെയെങ്കിലും, ഇത് എവിടെയെങ്കിലും എത്തും. ഇന്റർനാഷണൽ ലെവലിൽ ഉറപ്പായിട്ട് ഇതെത്തും. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും എടുത്ത് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇത് ടോട്ടലി നിങ്ങൾ എടുത്ത ആ ഒരു അധ്വാനം ഉണ്ടല്ലോ, അതിന്റെ 100% പ്രതിഫലമാണ് ഈ വന്നിരിക്കുന്ന ഈ പ്രോഡക്റ്റ്. അബ്സല്യൂട്ട്ലി ഡണ്ണിങ് വർക്ക്. ഇതൊരു ഇമോഷണൽ മൂവാണ് ഈ ഫിലിം. അത് പറയണ്ട, ഏകദേശം ഇതിന്റെ റിവ്യൂകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അനുഭവിച്ച്, ഒരു മനുഷ്യൻ അനുഭവിച്ച് സർവൈവ് ചെയ്ത് വരുന്ന ഒരു ഫിലിമാണ്. ത്രില്ലർ ഫിലിമല്ല, ഒരു മനുഷ്യൻ അനുഭവിച്ച് തീർത്തതിന്റെ കഥയാണ്. ഞാൻ ചിന്തിച്ചു പോവുകയാണ് നജീബ് എന്ന വ്യക്തിയെക്കുറിച്ച്. ആ മനുഷ്യൻ അനുഭവിച്ച ഓരോ ഇൻസിഡൻസുകളും. ഇതുപോലെ നമ്മൾ അറിയാതെ പോണ എത്രയോ ആൾക്കാർ കാണുമെന്നറിയോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ആലങ്കോട് സ്വദേശി, ആ വ്യക്തിയെ ഇന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് സമതിന്റെയിൽ ചോദിച്ചു. ഏകദേശം കുറച്ച് ആ നാടും സന്ദർഭങ്ങളും കാണാൻ ഭാഗ്യം ചെന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ ഫീൽ. ഓക്കെ, നിർത്താം. എല്ലാരും പോയി സിനിമ കാണി. ഇനി എനിക്ക് വയ്യ പറയാൻ.